സിദ്ദിഖ് കുരുക്കിലേക്ക് ഈ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. സിദ്ദിഖ് ഒളിവിലാണ് എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചിട്ട് ആർക്കും ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന നിരീക്ഷണവും ഒരു നിയമവിദഗ്ധരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ശ്രദ്ധേയമായ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിനാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നമുക്കിട്ട് പണിയ ഇനി നാട്ടുകാരത്ത് എന്ത് പറയും? നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാനാണ് പ്രയാസം. അതെന്തെങ്കിലും പറയാം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള നീക്കം അന്വേഷണ സംഘം സജീവമാക്കിയിരിക്കുന്നത്. സിദ്ദിഖിനായി വ്യാപക തിരച്ചിലാണ് എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അയ്യോ, ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം, ഒരെണ്ണം കൂടെ പ്ലീസ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. നടിയുടെ പരാതിയിൽ കേസെടുത്ത തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സക്കീർക്കില്ല, ഇത് ഇന്നലത്തെ പൊന്നിക്ക. ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. ഇത്രയും സ്നേഹമുള്ള ആളാണല്ലേക്ക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൊച്ചിയിലെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും സിദ്ദിഖിനെ കണ്ടെത്താനായിരുന്നില്ല. അതേസമയം ജാമ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സിദ്ദിഖ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്തിനാണ്ടാ ഫോട്ടോ എടുത്തത്? ഫേസ്ബുക്കിലിടാൻ ഇക്കാന്റെ ഈ സ്നേഹം നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചതിക്കരുത്, ചതിക്കും.